ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു 6 സ്റ്റിച്ചസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മുന്നത്തെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നൂല് നമുക്ക് നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 4 രൂപ റേഞ്ചൊക്കെ ഈ ഒരു ത്രെഡിന് വരുന്നുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ത്രെഡ് ഇതേപോലെ ഞാൻ സൂചിയിൽ കോർത്തതിന് ശേഷം ഇതേപോലെ എൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു ടൈറ്റ് ചെയ്ത് ഒരു ടൈ ചെയ്ത് കൊടുക്കുകയാണ്, അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 3 തവണ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാത്രമേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ഇതേപോലെ തന്നെ സൂചിയുടെ ആ ഒരൊറ്റ എടുത്തിട്ട് കണ്ടോ, ബാക്കി കംപ്ലീറ്റ് നമ്മൾ 2ആയിട്ട് കോർക്കാൻ പാടില്ല, ഒറ്റതായിട്ടേ കോർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ത്രെഡ് ഇങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ആ എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എൻഡ് ചെയ്യുക. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ സ്ട്രെയിറ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ടൈറ്റ് ചെയ്ത് സെറ്റാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചാണ്. അതും ഞാൻ ഇതേപോലെ തന്നെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ത്രെഡ് താഴേന്ന് ഇങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം ഒരു ഇച്ചിരി അകലം കീപ്പ് ചെയ്തിട്ട് ഇതേപോലെ അതിങ്ങനെ താഴ്ത്തിയേക്ക് കൊടുക്കുക. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ശേഷം നമ്മളിപ്പോൾ ആ എടുത്ത ആ ഒരു നീളം തന്നെ നെക്സ്റ്റ് നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നീഡിലിങ്ങനെ പൊക്കിയെടുക്കുക. മീൻസ് നമുക്ക് വളരെ എളുപ്പമാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ബിഗിനേഴ്സ് സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ചും അതേപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരേ അളവ് തന്നെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഉണ്ടോ, ഇതേപോലെ ഇങ്ങനെ എടുക്കുക, താഴെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ലാസ്റ്റ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നീഡിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ ഒരു ഇത് തന്നെയാണ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡും വരുന്നത്. അതും നമ്മൾ നോർമലി നേരത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കെട്ടിയ പോലെ തന്നെ കെട്ടിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഇതും റണ്ണിങ് സ്റ്റിച്ചിനോട് ഏകദേശം സിമിലാരിറ്റി ഉള്ളതാണ്. കണ്ടോ, ഇതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എടുക്കുന്ന പോലെ തന്നെ ആ ഒരു അതേ ഒരേ രീതിയിൽ എടുക്കുക. അതിന് ശേഷം കണ്ടോ, നമ്മൾ കുറച്ച് ഇതാക്കിയിട്ട് അത് നേരെ ബാക്കിലേക്കാണ് നമ്മൾ സെറ്റാക്കുന്നത്. കണ്ടോ, നമ്മൾ ആ ഫസ്റ്റ് തുന്നിയതിൻ്റെ ആ ഒരു എൻഡിലിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിലേക്കാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, റണ്ണിങ് സ്റ്റിച്ചിന് ഇത്തിരി ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സ്റ്റിച്ചിന് അതേപോലെ തന്നെ ഗ്യാപ്പ് വരുന്നില്ല. നമ്മളിങ്ങനെ ബാക്കോട്ട് തുന്നിയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു എന്താ പറയുക, ഒരു അടയാളമൊക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. നോർമലി ഇതിൻ്റെ ബാക്ക് വരുന്നത് കണ്ടോ, ഒറ്റ ലൈൻ പോലെ വരുള്ളൂ. അപ്പോൾ ഡിയേഴ്സ്, ഈ ഒരു 3 സ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് അല്ലെങ്കിൽ ഔട്ട്ലൈൻ സ്റ്റിച്ച്. അതുകൊണ്ടോ, അത് ഇതേപോലെ തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനെടുക്കുന്ന പോലെ തന്നെ താഴെ നിന്ന് നൂല് പൊക്കിയെടുക്കുക. അതിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇതേപോലെ എടുക്കാം. അതിനുശേഷം അത് ടൈറ്റ് ചെയ്യരുത്, പകരം അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് കണ്ടോ, ഇതേപോലെ നീഡിൽ പൊക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതുണ്ടോ, നെക്സ്റ്റും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു എൻഡിൻ പോർഷനിൽ നിന്ന് ഇതേപോലെ നീഡിൽ പൊക്കിയെടുക്കുക. ഇതിപ്പോൾ ക്യാമറ കുറച്ച് തിരിഞ്ഞുകൊണ്ട് ഇത്തിരി ഷെയ്ക്കായി, ക്ഷമിക്കുക. നെക്സ്റ്റ് ഇതേപോലത്തെ ഉണ്ടോ, നമ്മൾ വീണ്ടും ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ അത്ര എളുപ്പമല്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ എടുക്കുക. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെയാണ്. റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ കുറച്ചുകൂടി അകന്നല്ല, ഇത് നല്ല അടുത്താണ് വരുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അത് ഇതേപോലെ നീഡിലെടുക്കുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി നമ്മളിങ്ങനെ കറക്കി ത്രെഡ് എടുക്കുക. അതിന് ശേഷം അത് ഇതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് നീഡിലെടുക്കുമ്പോഴും
നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ നീഡിലെടുക്കുക, എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ത്രെഡ് എടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെയിൻ്റെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പം നെക്സ്റ്റ് അത്ര എളുപ്പമല്ല പഠിച്ചെടുക്കുക, നല്ല ട്രൈ ചെയ്താൽ കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച്. വളരെ രസമാണ് കാണാനായിട്ടും. ഇച്ചിരി നമ്മൾ ഇതാക്കിയാൽ മാത്രമേ ആ ഒരു സ്റ്റിച്ച് നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതേപോലെ 2 ലൈൻ നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ നീഡിലിങ്ങനെ പൊക്കിയെടുത്തിട്ട് അത് നേരെ ക്രോസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് നീഡിൽ താഴത്തേക്ക് വലിച്ചെടുക്കാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരെ താഴത്തോട്ടായിട്ട് അത് നമ്മളിങ്ങനെ ഇതേപോലെ പൊക്കിയെടുത്തതിന് ശേഷം അത് നമ്മൾ നേരെ ക്രോസ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ നേരത്തെ എടുത്തില്ലേ അതിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അത് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നേരെ തൊട്ടപ്പുറത്തെ ആ ഒരു ഇതിൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇത് കണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റിച്ച് താഴെ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക. അതിന് ശേഷം ആ താഴെ കാണുന്ന ആ ഒരു എക്സിൻ്റെ ആ ഒരു പാർട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് ആ നീഡിൽ താഴേക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം അത് നേരെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നേരെ റൈറ്റ് സൈഡിലേക്ക് പോവുക. എന്നിട്ട് കണ്ടോ ഇതേപോലെ അത് പൊക്കിയെടുക്കുക. അതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ആ ഒരു എക്സിൻ്റെ ആ ഒരു പാട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നേരെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. തൊട്ടപ്പുറത്തേക്ക് ഇതേപോലെ സൂചി എടുക്കുക, എന്നിട്ട് നേരെ താഴത്തുള്ള ആ ഒരു പോർഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് കണ്ടോ ഇതേപോലെ താഴത്തേക്ക് നീഡിലെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിമ്പിളാണ്, എന്നാലും ഇത് 1-2 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ അത്ര എളുപ്പമല്ല. 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു 6 സ്റ്റിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടരെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കത് അത്ര പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നിരിക്കുകയുള്ളൂ. കണ്ടോ, ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് ഇങ്ങനെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഞെക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് വരിക. നമ്മൾ ചെയ്ത കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഇതേപോലെ തന്നെ ഒരു 2 ലെയറായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങടേക്കും ഇങ്ങടേക്കും ക്രോസ് ആയിട്ടായിരിക്കും ഈ ഒരു ക്രോസ് സ്റ്റിച്ച് കിട്ടുക. അപ്പോൾ എന്തായാലും ഇത്രയും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു എവരിവൺ.